ഒറ്റപ്പെടൽ, സങ്കടം, ഭയം, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതുപോലുള്ള അസ്വസ്ഥത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം ഈ നിമിഷം തകർന്നിരിക്കുകയാണോ? പ്രിയ സഹോദര, സഹോദരി, നമ്മുടെ ഈ ആഴമേറിയ നിസ്സഹായതകളെയും വേദനകളെയും ഉൾക്കൊള്ളുന്ന വിലാപങ്ങളുടെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലേക്ക് തിരിയുവാൻ ദൈവവചനത്തെക്കുറിച്ചുള്ള ഈ ധ്യാനത്തിൽ കർത്താവ് നമ്മോട് അല്പം ക്ഷമ ആവശ്യപ്പെടുന്നു. 1 മുതൽ 3 വരെയുള്ള വിലാപം എന്ന പുസ്തകത്തിന്റെ അധ്യായങ്ങളുടെ വിചിന്തനം. ജെറുസലേം നഗരത്തിന്റെ പതനവും അതിന്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ വിലാപങ്ങളുമാണ് ഈ ആദ്യ അധ്യായങ്ങളിൽ നാം ദർശിക്കുന്നത്. ഒരിക്കൽ ജനബാഹുല്യം കൊണ്ട് പ്രശസ്തമായിരുന്ന നഗരം ഇന്ന് വിധവയെപ്പോലെ ഏകാന്തതയിലും കഠിനമായ ദാസ്യവേലയിലുമാണ് കഴിയുന്നത്. ശത്രുക്കൾ വിശുദ്ധ മന്ദിരം കൊള്ളയടിച്ചതും മക്കളെല്ലാം പ്രവാസത്തിലേക്ക് പോയതും പ്രവാചകൻ അതീവ ദുഃഖത്തോടെ ഇവിടെ വിവരിക്കുന്നുണ്ട്. കർത്താവിന്റെ കോപത്തിന്റെ ദണ്ഡ് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട മനുഷ്യനായി പ്രവാചകൻ സ്വയം അടയാളപ്പെടുത്തുമ്പോൾ ദൈവജനത്തിന്റെ മുഴുവൻ വിലാപമാണ് അവിടെ പ്രതിധ്വനിക്കുന്നത്. എങ്കിലും 3-ാം അധ്യായത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും അവിടുത്തെ വിശ്വസ്തത അത്യന്തം വലിയതാണ് എന്നുമുള്ള പ്രത്യാശയുടെ വലിയ പ്രഖ്യാപനം വചനം നമുക്ക് നൽകുന്നുണ്ട്. കഷ്ടപ്പാടുകളിൽ മനം മടുക്കാതെ കർത്താവിന്റെ രക്ഷയ്ക്കായി നിശബ്ദമായി കാത്തിരിക്കുന്നത് നല്ലതാണെന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ വളരെ മനോഹരമായി പഠിപ്പിക്കുന്നു. 4 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദേവാലയത്തിലെ തങ്കം മങ്ങിപ്പോയതും വിശുദ്ധ ശിലകൾ തെരുവീഥികളിൽ ചിതറിക്കിടക്കുന്നതുമായ അതീവ ദയനീയമായ അവസ്ഥയാണ് അവസാന അധ്യായങ്ങളിൽ പ്രവാചകൻ അനുസ്മരിക്കുന്നത്. പട്ടിണി മൂലം കുഞ്ഞുങ്ങൾ നാവുണങ്ങി മരിക്കുന്നതും പ്രഭുക്കന്മാർ തെരുവിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞു പോകുന്നതുമായ ദൃശ്യങ്ങൾ പാപത്തിന്റെ ഭീകരതയെ തുറന്നു കാട്ടുന്നു. പൂർവികരുടെ പാപങ്ങൾ നിമിത്തം തങ്ങൾ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് ജനം ഏറ്റുപറയുകയും തങ്ങളുടെ തലയിൽ നിന്ന് കിരീടം വീണുപോയതായി വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും പുസ്തകം അവസാനിക്കുന്നത് കർത്താവെ, അവിടുന്ന് എന്നേക്കും സിംഹാസനസ്ഥനാണെന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ പൂർണ്ണമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഞങ്ങളെ അങ്ങയുടെ നീതിയുടെ വിധിയാൽ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ പഴയ കാലത്തെ അവിടുന്ന് പുതുക്കിപ്പണിയണമേ എന്ന വലിയൊരു പ്രാർത്ഥനയോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിനായി ദാഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആ ശൂന്യതയെ നികത്താൻ അവിടുത്തെ വചനത്തിന് മാത്രമേ സാധിക്കൂ എന്നും ഈ അധ്യായങ്ങൾ വ്യക്തമാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ലൗകിക സുഖങ്ങളും താൽക്കാലിക സുരക്ഷിതത്വങ്ങളും നൽകുന്ന വ്യാജമായ ആശ്വാസങ്ങൾ മനുഷ്യനെ കൂടുതൽ അസ്വസ്ഥതയിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ദൈവവചനം നൽകുന്ന ശാശ്വതമായ സമാധാനം ആത്മാവിന് നിത്യമായ ജീവനും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വചനത്തിലേക്ക് തിരിയുന്ന വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ശൂന്യതയെ പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കൂ. ആദിമസഭ വിലാപങ്ങളുടെ പുസ്തകത്തിലെ കഠിനമായ വേദനകളെയും ജെറുസലേമിന്റെ തകർച്ചയെയും ഈശോയുടെ പീഡാസനത്തിന്റെയും കുരിശുമരണത്തിന്റെയും വെളിച്ചത്തിലാണ് വ്യാഖ്യാനിച്ചത്. ജെറുസലേം തെരുവുകളിൽ ജനം അനുഭവിച്ച നിന്ദനങ്ങളും ഏകാന്തതയും കാൽവരിയിലേക്കുള്ള യാത്രയിൽ കർത്താവായ യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിച്ചതായി സഭാപിതാക്കന്മാർ മനസ്സിലാക്കി. ദുരന്തങ്ങളുടെ നടുവിലും ദൈവം തന്റെ ജനത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയില്ല എന്ന പ്രത്യാശയാണ് സ്ലീഹന്മാർ സഭയ്ക്ക് പകർന്നു നൽകിയതും. കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ ഉപേക്ഷിക്കലല്ല പ്രിയ ദൈവജനമേ, മറിച്ച് വലിയൊരു രക്ഷയിലേക്കുള്ള ഒരുക്കമാണെന്ന് ആദിമസഭ വിശ്വസിച്ചു. നമുക്ക് വേണ്ടിയും അത് നൽകപ്പെട്ടിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം ആഹ്വാനം ചെയ്യുന്ന ആന്തരികമായ ശുദ്ധീകരണവും ദൈവത്തോടുള്ള വിശ്വസ്തതയും വിശുദ്ധ കുംഭസാരത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും സ്വീകരണത്തിനായി നമ്മെ ഓരോരുത്തരെയും ഈ തരുണത്തിൽ ഒരുക്കുന്നു. പാപത്തിന്റെ തടവറയിൽ നിന്നും പ്രവാസത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ അഥവാ കുംഭസാരം, ദ സാക്രമെന്റ് ഓഫ് റെക്കൺസിലിയേഷൻ. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മളുമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ജീവനുള്ള പങ്കാളികളായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നു. ബലിപീഠത്തിലേക്ക് ഒരുക്കമുള്ള ഹൃദയത്തോടെ അടുക്കുവാൻ ഈ വചനഭാഗങ്ങൾ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നും
നാം എല്ലാവരും അന്തിമമായ ദൈവവിധിയെ അഭിമുഖീകരിക്കേണ്ടവരാണെന്നും പ്രവാചകന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജെറുസലേമിന്റെ മേൽ വന്ന ന്യായവിധി ലോകാവസാനത്തിൽ വരാനിരിക്കുന്ന അന്തിമവിധിയുടെ ഒരു വലിയ നിഴലാട്ടമാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന ഭാഗ്യകരമായ നിത്യജീവൻ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ നിത്യമായ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് പ്രത്യാശയോടെ കണ്ണുകൾ ഉയർത്തി ജീവിക്കാൻ ഈ തിരുവചനങ്ങൾ നമ്മെ ഒരുക്കുന്നു. കത്തോലിക്ക സഭയുടെ POC ബൈബിൾ പതിപ്പിൽ നിന്ന് വിലാപങ്ങളുടെ ഈ അധ്യായങ്ങൾ വ്യക്തിപരമായി വായിക്കാൻ ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത്. വചന വായനയിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സങ്കടങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിനാൽ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം ഇന്ന് തന്നെ വായിച്ച് ധ്യാനിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്കേവർക്കും പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ വലിയ അനുഗ്രഹവും കൃപയും സമാധാനവും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം.